ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യലൊന്നും അല്ല, പക്ഷെ ഞാൻ ഗൾഫിലൊക്കെ ആയ സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫുഡായിരുന്നു. കാരണം ഇതുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാലും ഇലയൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അതേപോലെ ആയിരിക്കും ഒത്തിരി ആൾക്കാർക്ക് ഇത് മിസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്, എന്നാൽ തന്നെയും നമുക്ക് നാട്ടിൽ വരുമ്പോഴാണ് നമ്മളിത് എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. ഇതിനായിട്ട് തേങ്ങ ചിരകിയതും ശർക്കര ചെറുതായി ചിരകിയതുമാണ് എടുത്തത്. അത് ഈ തേങ്ങ മാത്രം ആവശ്യമുള്ളവർക്ക് അത് വെച്ചുണ്ടാക്കാം. അല്ല, ശർക്കര എടുക്കുമ്പോൾ നോക്കി മാത്രം എടുക്കുക, ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോക്കണം, നമ്മുടെ മധുരം ഇത്രയും മതിയോ എന്ന് നമുക്ക് നോക്കണം. കാരണം ഒത്തിരി മധുരമുള്ളവർക്ക് അതേപോലെ ഇടുക. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൊടി ഇടുക. അതും കൂടെ ഇട്ട് നല്ല ഇതായി മിക്സ് ചെയ്യുക. അപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, നല്ലൊരു മണം വന്നിട്ട് ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനിയും ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ 2 ഗ്ലാസ് അരിപ്പൊടി വെച്ചും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചോ അല്ലെങ്കിൽ റാഗി വെച്ചോ ഒക്കെ നമുക്കിതുണ്ടാക്കാം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. എണ്ണ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം ആണ് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. ഈ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇത് വെട്ടി തിളയ്ക്കണം. നന്നായി തിളച്ച ശേഷം ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് 1 സ്പൂണോ തവിയോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇച്ചിരി ലൂസായിട്ട് വേണം നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യാൻ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് വിട്ട ശേഷം നന്നായി കൈ വെച്ച് നന്നായി സോഫ്റ്റായി കുഴയ്ക്കാൻ നേരത്ത് നല്ല സോഫ്റ്റായിരിക്കണം. അതേപോലെ ഡ്രൈ ഒന്നും ആവരുത്. ഇച്ചിരി നല്ല എന്നാൽ ഒത്തിരി വെള്ളം ആവരുത്. പിന്നെ കൈ വെച്ച് ഇതേപോലെ ഇലയിൽ പരത്തിയെടുക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് നന്നായി പരന്ന് കിട്ടും. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് മറുവശം നന്നായിട്ട് അടച്ചിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം ഇത് സ്റ്റൗ ഓൺ ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തട്ടും വെച്ച് ഇതിന് മുകളിലായിട്ട് ഇത് അടുക്കി വെച്ച് ഇത് അടപ്പ് വെച്ച് അടച്ച് ഒരു 20 മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അപ്പോഴത്തേക്ക് വെന്ത ഇലയൊക്കെ വാടി വന്ന് നമ്മുടെ സോഫ്റ്റ് ടേസ്റ്റിയുമായിട്ട് ഇലയുടെ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കുമല്ലോ. അതേപോലെ തന്നെ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന്. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.